ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ലോകമാസകലമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് വചന സന്ദേശത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ ഒന്നുചേർന്ന് ഈ നിമിഷങ്ങളിൽ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഗ്രഹിക്കാനും ശ്രവിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും ഈ മണിക്കൂറിൽ നീ ഒരുക്കണമേ. നിൻ്റെ സ്നേഹ സാന്നിധ്യം തിരിച്ചറിയാൻ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, നോമ്പിൻ്റെ ചൈതന്യത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈശോ അങ്ങ് വിഭാവനം ചെയ്യുന്ന മാനസാന്തരത്തിലേക്കും രക്ഷാനുഭവത്തിലേക്കും കടന്നു വരാൻ ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യേശുപിതാവേ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ ഈ നിമിഷങ്ങളിൽ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, നോമ്പുകാലത്തിലൂടെ കടന്ന് നീങ്ങുന്ന നമ്മൾ ഈശോയുടെ ഉദ്ധാന അനുഭവം, രക്ഷാനുഭവം സ്വന്തമാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് വചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ അച്ഛൻ്റെ പക്കൽ വന്നിട്ട് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നിയോഗവും പണവും നൽകി. അപ്പോൾ എന്താണ് നിയോഗം എന്ന് കൃത്യമായിട്ടൊന്ന് ചോദിക്കാനായിട്ടിടയായപ്പോൾ ആ സ്ത്രീ പങ്കുവച്ചതാണ് തൻ്റെ മകന് വേണ്ടി തൻ്റെ മകൻ്റെ ജന്മദിനത്തിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണം. അതായിരുന്നു ആ അമ്മയുടെ നിയോഗം. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശദീകരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എത്രാമത്തെ വയസ്സാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പങ്കുവയ്ക്കുകയാണ്, മകൻ അപ്പൻ മരിച്ചു പോയതാണ്, 2 പെൺകുട്ടികൾ കൂടെയുണ്ട്, അവരെ കെട്ടിച്ചയച്ചതാണ്, അവരിപ്പോൾ ഭവനത്തിൽ വരുന്നില്ല, അച്ഛാ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ എന്നൊരു നിയോഗം കൂടി അറിയാതെയായിരിക്കും പറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സംഭാഷണത്തിൽ സ്ത്രീ പങ്കുവയ്ക്കുകയാണ്, ഈ മകൻ ലഹരിക്ക് അടിമയാണ്, എല്ലാ ദുശീലങ്ങൾക്കും അടിമയാണ്. വീട്ടിൽ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ വന്ന് ഒച്ചപ്പാട്, ബഹളം, ചീത്ത, തെറി ഇതെല്ലാമാണ്. അമ്മ മാത്രമേ വീട്ടിലൊപ്പം കൂടെയുള്ളൂ. എങ്കിലും അമ്മയോട് ഇതെല്ലാം പറയുകയും ബഹളം വയ്ക്കുകയുമാണ്. ഒരിക്കലും അതിന് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഒരു ദിവസം പോലും അതിന് സ്വസ്ഥത കൊടുക്കുന്നില്ല. എന്നിട്ടും അച്ഛനെ അതിശയിപ്പിച്ച കാര്യം ഇതാണ്, എന്നിട്ടും ഈ അമ്മ, ആ സ്ത്രീ തൻ്റെ മകന് വേണ്ടി പരിശുദ്ധ കുർബാന ചൊല്ലിക്കാനായിട്ട് നിയോഗവും പണവുമായിട്ട് വന്നിരിക്കുന്നുവല്ലോ എന്ന് ഓർത്തുപോയി. പ്രിയമുള്ളവരെ, ഇതൊരു അമ്മയുടെ മകൻ്റെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. 2 പെൺമക്കളുണ്ടെങ്കിലും അവരെ ചീത്തയും തെറിയും പറഞ്ഞു ഓടിച്ചതുകൊണ്ട് അവരെ ഭവനത്തിൽ കയറില്ല. ഇവനും അമ്മയും മാത്രമേ ഉള്ളൂ. എങ്കിലും ഉറക്കം കെടുത്തുന്ന സന്ദർഭം അനുഭവമാണ് ആ സ്ത്രീക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. എങ്കിലും മകന് വേണ്ടിയിട്ട് ഇന്നും പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ഓർത്തു പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എങ്ങനെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു, ഇങ്ങനെയെങ്കിൽ ഒരു അമ്മയ്ക്ക് തൻ്റെ മകന് ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അമ്മയുടെ ആ മകനോടുള്ള സ്നേഹം പിരിഞ്ഞിട്ടില്ല. ഇതുവരെയും നാളുകളേറെയായി ഇത് തുടർന്നു പോകുന്നു. എന്നിട്ടും ഈ അമ്മയ്ക്ക് ആ മകനോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ലാതെ തുടരുകയാണെന്നുള്ള ഓർത്ത് കഴിഞ്ഞപ്പോൾ ഏറെ അതിശയം തോന്നി ദൈവസന്നിധിയിൽ നിന്നപ്പോൾ. അതിനുശേഷം ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനായി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഈ ഒരു സാധാരണ അമ്മയുടെ അവസ്ഥ ഇതാണെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം എന്തായിരിക്കും? ഈ അമ്മയുടെ പ്രത്യേകത ഇതാണ്, ഇവൻ ലഹരിക്ക് അടിമയായിട്ട് അങ്ങനെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നിട്ടും ഈ അമ്മ അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കും, ഉണ്ടാക്കും, വിളമ്പിക്കൊടുക്കും, പാത്രം കഴുകും. ഇവൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് മുഷിഞ്ഞ് ചെളിയായിട്ട് വരുമ്പോഴും അത് അലക്കി മാത്രമല്ല തേച്ച് മടക്കിയും കൊടുക്കും. ഇത്രയും ഈ 2 കാര്യങ്ങളാണെങ്കിൽ പോലും എത്രമാത്രം സ്നേഹമാണ് ഒരു അമ്മയ്ക്ക് ഇത്ര ദ്രോഹിക്കുന്ന ഒരു മകനോട് പോലുള്ളത്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്
മക്കളായ നമ്മൾ പാപത്തിൻ്റെ കുഴിയിലും ചെളിയിലുമൊക്കെ പെട്ടിട്ട് നമ്മൾ തിരികെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം സ്നേഹത്തോടെ തിരിച്ചെടുക്കുന്നവനാണ് ദൈവമെന്ന് സന്നിധിയിലിരുന്നപ്പോൾ ഓർത്തുപോയി. അത് ആ ഒറ്റ ഓർമ്മയാണ് ഈ ഒരു വചന ശുശ്രൂഷ പങ്കുവയ്ക്കാനായിട്ട് അച്ഛനെ ഒരുങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്തിലൂടെ കടന്നു നീങ്ങുമ്പോൾ വചനത്തിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിത്രവും ചിന്തയും എന്നെ വചനത്തിലേക്ക് ഒത്തിരിയേറെ ആകർഷിച്ചു. ഇങ്ങനെയാണ് അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. മകൻ എത്ര കൊള്ളില്ലാത്തവനെങ്കിലും സ്വന്തം അമ്മയ്ക്ക് അവൻ പ്രിയനുമാണ്, പ്രിയപ്പെട്ടവനുമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നല്ല തമ്പുരാന് നമ്മൾ എത്രമാത്രം പ്രിയപ്പെട്ടവരായിരിക്കും. ഞാൻ എത്ര പ്രിയനായിരിക്കും, ഞാൻ എത്ര പ്രിയപ്പെട്ടവനായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം പ്രിയപ്പെട്ടവരായിരിക്കും ആ തമ്പുരാന്. അറിഞ്ഞോ അറിയാതെയോ ചെറിയ തെറ്റോ വലിയ തെറ്റോ അങ്ങനെ പാപത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് തയ്യാറായാൽ, ഇത് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാത്ത മകനാണെങ്കിലും ഈ അമ്മയ്ക്ക് ആ മകനോടുള്ള സ്നേഹം എങ്ങനെയെങ്കിൽ തിരിഞ്ഞു നോക്കാൻ തയ്യാറായാൽ എത്രമാത്രം സ്നേഹവും കരുതലും കരുണയും നമ്മളോട് പ്രകടിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം, പരിശോധിക്കാം. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും, ദൈവത്തെ ധിക്കരിച്ച് മരണക്കനി ഭക്ഷിച്ച ആദത്തെയും ഹവയെയും. അവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണ്. മരണക്കനി ഭക്ഷിച്ച ആദവും ഹവയും 3 തരത്തിലുള്ള കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലായത്. 1, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. 2, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. 3, അത്തീല തുന്നി അവർ വസ്ത്രമാക്കി. പ്രിയമുള്ളവരെ, എന്നിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. വേണമെങ്കിൽ ദൈവത്തിന് അവരെ ഉപേക്ഷിക്കാമായിരുന്നു. കാരണം ആദ്യ മനുഷ്യരാണ്. അവരെ ഒഴിവാക്കിയ ശേഷം അനുസരണക്കേട് കാണിച്ച് അവരെ ഒഴിവാക്കിയിട്ട് വേറെ നല്ല 2 വേണമെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ അത് ദൈവം ചെയ്തില്ല. ഇതാണ് ദൈവത്തിൻ്റെ കരുത്ത്. മുമ്പ് പറഞ്ഞ അമ്മയുടെ അപ്പുറത്തെ സ്നേഹം കർത്താവ് കാണിച്ച് ഇങ്ങനെയാണ് എന്ന് ആദ്യ അധ്യായങ്ങൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ധ്യാനിക്കുന്നത്, മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മൾ കാണും ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് സഹോദരനെ കൊന്ന ഒരു കായേൻ്റെ ചിത്രം. മുമ്പ് കണ്ട മാതാപിതാക്കളുടെ ആദ്യ മകനാണെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചാണ് സഹോദരനെ അവൻ കൊന്നത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 6 കാര്യങ്ങൾ കർത്താവ് ഈ കായേനു മുന്നിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവൻ ഈ അപരാധത്തിലേക്ക് പോകുന്നതിന്, പാപത്തിലേക്ക്, തെറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് 6 കാര്യങ്ങൾ, അതിൽ 2 ചോദ്യമാണ്, ബാക്കി 4 കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസാണ്. 1 ചോദിക്കുന്നുണ്ട്, ദൈവം ചോദിക്കുന്നുണ്ട്, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? തിരുത്താനും തിരിച്ചറിയാനുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവിന് ഇട്ടുകൊടുക്കുകയാണ്. നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? സൗമ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷേ ചോദ്യം തന്നെയാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? 2 ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്. 2നും ഉത്തരം അവൻ നൽകുന്നില്ല. അപ്പോൾ വീണ്ടും 3-4 കാര്യങ്ങൾ കർത്താവ് അവനോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നിതാണ്, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഒന്ന് ലെവൽ മാറ്റി കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. 2 ചോദ്യമായിരുന്നു, അതിന് മറുപടിയില്ലാന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പൊസിഷൻ മാറ്റി. എന്നിട്ട് ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല എന്ന് അവനോട് ഉത്തരം നൽകത്തക്ക രീതിയിലുള്ള ഒരു കാര്യം അവൻ്റെയുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വീണ്ടും അടുത്തത്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നുണ്ട് എന്ന് ഓർത്തുകൊള്ളുക എന്നുള്ള ഒരു കാര്യം സൂചനയായിട്ട് കർത്താവ് നൽകുന്നുണ്ട്. അത് 2ാമത്തത്. വീണ്ടും 3ാമത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. എന്ത്? പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നീ ശ്രദ്ധിക്കണം. 3ാമത്തെ കാര്യം. 4ാമതായിട്ട് വീണ്ടും കർത്താവ് കായനോട് പങ്കുവയ്ക്കുന്നുണ്ട്, നീ അതിനെ കീഴടക്കണം, അതിജീവിക്കണം എന്നുള്ളതാണ് അർത്ഥം. ഇങ്ങനെ 6 കാര്യങ്ങൾ, 2 ചോദ്യം ഉൾപ്പെടെ 6 കാര്യങ്ങൾ കർത്താവ് കായന് മുന്നിൽ വെച്ച് നീട്ടുന്നുണ്ട്. എന്നിട്ടും അവനത് അവഗണിച്ചു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പരിണതഫലമാണ് അവൻ തെറ്റിൽ പെട്ടുപോയി എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത്. പക്ഷേ എന്നിട്ടും കർത്താവ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും തിരിച്ചു വരാനുള്ളത് കൊടുത്തിട്ടും അവൻ തിരിച്ചു വരാതെ തെറ്റിൽ പെട്ടുപോയിട്ടും കർത്താവ് അവനെയും ഒഴിവാക്കുന്നില്ല, അവനെയും ഉപേക്ഷിക്കുന്നില്ല, അവനെയും തള്ളിക്കളയുന്നില്ല, അവനെയും മാറ്റി നിർത്തുന്നില്ല. അവനിലൂടെ അടുത്ത തലമുറയ്ക്ക് തന്നെ ജന്മം കൊടുക്കുന്നുണ്ട്. പിന്നെ അവനിൽ കുറച്ച് ചെയ്ത തെറ്റിന് പരിഹാരം അവനിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നീ ഇങ്ങനെ തെറ്റ് ചെയ്തതുകൊണ്ട് വരാനിരിക്കുന്ന പരിണിതഫലം എന്ന് കർത്താവിന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഉറിയായുടെ ഭാര്യയെ
മോഹിച്ച് അവളുമായിട്ട് പാപം ചെയ്ത് ദാവീദിൻ്റെ ഒരു ചിത്രം അവിടെ പങ്കുവയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവ് അവനും ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്, ഉപദേശം നൽകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയാണ്. ദാവീദ് തിരിച്ചറിയുന്നുണ്ട്, തിരുത്തുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഈ തിരിച്ചു വരാൻ തയ്യാറായ ദാവീദിനെ വീണ്ടും കർത്താവ് പടിപടിയായിട്ട് പിടിച്ചുയർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേൽ 2-ാം പുസ്തകത്തിൽ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുതപിച്ചു, അവൻ ഏറ്റുപറഞ്ഞു, അനുതപിച്ചു, തിരിച്ചറിഞ്ഞു, തിരുത്തി. 4 കാര്യങ്ങളാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ, തിരിഞ്ഞു നോക്കുക എന്ന ഒറ്റ വാക്കിന് 4 കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. 1, തിരിച്ചറിയുക. തിരിഞ്ഞു നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. 2, തിരുത്താൻ പറ്റുള്ളൂ. 3, ഏറ്റു പറയാൻ പറ്റത്തുള്ളൂ. 4, അനുദപിക്കാനും പറ്റത്തുള്ളൂ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ നടക്കുക. അപ്പോൾ അതെല്ലാം പൂർണ്ണമാക്കി കഴിഞ്ഞപ്പോൾ ദാവീദിനെ പടിപടിയായിട്ട് കർത്താവ് വീണ്ടും ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ തിരിഞ്ഞു നോക്കി, തെറ്റിപ്പെട്ടു പോയാലും തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് തിരിച്ചെടുക്കുന്നവനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ഇതാണ് അസ്തമിക്കാത്ത സ്നേഹമാണ് കർത്താവിൻ്റെത്. അസ്തമിക്കില്ല. സൂര്യൻ അസ്തമിക്കും, പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല. ഇങ്ങനൊരു ഗാനമുണ്ടല്ലോ, അസ്തമിക്കാത്ത സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ഇത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നതല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ 21, 23, 24 തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണും 3 പ്രാവശ്യം യൂദാസിന് മുമ്പിൽ കർത്താവ് അവസരം കൊടുക്കുന്നുണ്ട്. തിരുത്താനായിട്ടുള്ള അവസരങ്ങൾ, തിരിച്ചറിയാനായിട്ടുള്ള അവസരങ്ങൾ, തിരിഞ്ഞു നോക്കാനായിട്ടുള്ള അവസരം കർത്താവ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് 21-ാമത്തെ തിരുവചനം, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദാസിനെക്കുറിച്ച് യൂദാസ് മുന്നിലിരിക്കുമ്പോൾ പറഞ്ഞതാണ്. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. 23-ാമത്തെ തിരുവചനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അതും അവൻ ഗൗനിച്ചില്ല. 24-ാമത്തെ തിരുവചനം, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവനാരോ അവന് ദുരിതം എന്ന് അവസാനം അതിൻ്റെ അല്പം ഗ്രേഡ് കൂട്ടി ഈശോ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ടും യൂദാസ് അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു നോക്കാനായിട്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നതും പങ്കുവയ്ക്കുന്നതെന്നും തിരിഞ്ഞു നോക്കാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ യൂദാസിന് തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. അവസരം കൊടുത്തതാണ് കർത്താവ്. തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് തിരിച്ച് വരാനും പറ്റിയില്ല, കർത്താവിനെ തിരിച്ചെടുക്കാനും പറ്റിയില്ല എന്നുള്ളത് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണും ചുങ്കം പിരിക്കുന്ന ഒരു മത്തായിയെക്കുറിച്ച് അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. കർത്താവിനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ചുങ്കം പിരിവ് അവൻ നിർത്തി. ഇതുവരെയും, കാരണം അവൻ്റെ ഉപജീവന മാർഗം ലഭ്യമായതിലപ്പുറം അവന് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അതെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞതോടുകൂടി അതെല്ലാം അവൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം മറ്റൊരു ചുങ്കപ്പിരിവുകാരനെ കാണും. അത് സക്കേവൂസാണ്. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ 19-ാമത്തെ അധ്യായം ലൂക്കായുടെ സുവിശേഷത്തിൽ സക്കേവൂസ് നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ കൂടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് അവൻ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അനേകരുടെ പണം അവൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്. അർഹതപ്പെട്ടതല്ലാത്തതെല്ലാം വഞ്ചിച്ചെടുത്തതാണ്. അപ്പോൾ അത് തിരികെ കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാനും തിരുത്താനും തയ്യാറായി എന്നുള്ളതാണ്. അവനെ കർത്താവ് സ്വീകരിക്കുക മാത്രമല്ല രക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനം മുന്നോട്ട് പോവുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നവരെയൊക്കെ തിരിച്ചെടുക്കാൻ തയ്യാറാകുന്നവനാണ് കർത്താവ് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് അച്ഛൻ പങ്കുവെച്ചു വന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നതല്ല. മനുഷ്യൻ്റെ സ്നേഹം സമയാസമയങ്ങളിൽ മാറും. സാഹചര്യങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ സ്നേഹം മാറിയെന്ന് വരും. ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ മനുഷ്യൻ്റെ സ്നേഹം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി വന്നു എന്ന് വരാം. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറില്ല. ഗാനത്തിൽ ഈ കാര്യം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടി ഒളിക്കുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. മാറുന്നതല്ല, മറയുന്നതല്ല, ഒളിക്കുന്നതല്ല. അത് എപ്പോഴും പ്രകടമാണ്. അച്ഛൻ പങ്കുവെച്ച് വന്നതാണ്, തിരിഞ്ഞു നോക്കാൻ തയ്യാറായാൽ തിരിച്ചെടുക്കാൻ തയ്യാറാകുന്ന ദൈവത്തെ. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുവന്ന ഉദാഹരണങ്ങളെല്ലാം അതാണ്.
തിന്മയിലേക്ക്, തെറ്റിലേക്ക്, പാപത്തിലേക്ക് പെട്ടുപോയ മനുഷ്യൻ ആരെല്ലാം, ഇപ്പം ഏതാനും ചില ഉദാഹരണങ്ങൾ അച്ഛൻ പങ്കുവച്ചായിരുന്നു. ഇവരൊക്കെ തിരിഞ്ഞു നോക്കിയവരെല്ലാം കർത്താവ് തിരിച്ചെടുത്തു. തിരിഞ്ഞു നോക്കിയവരുടെ പ്രത്യേകത മറ്റൊന്നാണ്. തിരിഞ്ഞു നോക്കിയവരെല്ലാം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. തിരിഞ്ഞു നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. തിരിഞ്ഞു നോക്കിയവരെയും തിരിച്ചറിഞ്ഞവരെയെല്ലാം കർത്താവ് തിരിച്ചെടുത്തു. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് പറ്റട്ടെ. എൻ്റെ വഴി, എൻ്റെ ജീവിതം, എൻ്റെ യാത്ര, എൻ്റെ സംസാരം, എൻ്റെ ഇടപെടൽ, എൻ്റെ പെരുമാറ്റം കർത്താവിന് നിരക്കുന്നതാണോ? കർത്താവിൻ്റെ വഴിയിലൂടെയാണോ? ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് തിരിച്ചെടുക്കും. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനായിട്ടുള്ള അവസരം കർത്താവ് മുന്നിൽ കൊണ്ടുതരും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും തുടർന്നുള്ള ദിവസങ്ങളിലും മണിക്കൂറുകളിലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, തന്നെ ഉപേക്ഷിച്ചു പോയ എമ്മൗസ് ശിഷ്യന്മാരെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് 3 വർഷത്തെ പരസ്യജീവിതത്തിലൂടെ കർത്താവ് ചേർത്ത് നിർത്തി കൊണ്ടുവന്നതാണ്. പക്ഷേ അവസാനം അവർ ഉപേക്ഷിച്ചു പോയപ്പോഴും അവരുടെ പിന്നാലെ കൂടി, അവരുടെ പിന്നാലെ വന്നു, ഒപ്പമെത്തി, ഇനി അവരെ ചേർത്ത് നിർത്തി. അങ്ങനെ ഉപേക്ഷിച്ചു പോയവരെ ചേർത്ത് നിർത്തിയ കർത്താവിൻ്റെ ചിത്രം. അങ്ങനെ ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നോക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ അവിടെ തിരുത്തു വന്നു. കർത്താവ് തിരിച്ചെടുത്തു. പിന്നീട് ഒരിക്കലും അവർ എമ്മാവൂസിലേക്ക് പോയവരെ എത്തിയില്ലായിരുന്നു. പക്ഷേ മുന്നോട്ടല്ല അവർ പോയത്, തിരിഞ്ഞു നോക്കിയവർ തിരിച്ചുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലം എവിടെയാണ്? ജെറുസലേം. അതുകൊണ്ടാണ് നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് ഈശോ ഉദ്ബോധിപ്പിക്കും. അങ്ങ് നഗരത്തിലേക്ക് അവർ തിരിച്ചുപോയി എന്ന് നമ്മൾ കാണും. വീണ്ടും നമ്മൾ കാണും യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 38 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് തിരിച്ചെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്നുണ്ടല്ലോ, അവൻ കോഴി കൂവിക്കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. കർത്താവ് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞത് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തിരിച്ചറിഞ്ഞു. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞ അവനെ കർത്താവ് തിരിച്ചെടുത്തു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ 3 പ്രാവശ്യം സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയിച്ച് കർത്താവ് തൻ്റെ സഭയെ അവൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുന്ന ചിത്രം, മനോഹരമായൊരു ചിത്രം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ അവസാനം എത്തുമ്പോൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അച്ഛൻ പങ്കുവെച്ച് വന്നതാണ്, ഏത് പാപത്തിൽ പെട്ടുപോയ വ്യക്തി ആണെന്നിരിക്കലും ആയിക്കൊള്ളട്ടെ, തിരിഞ്ഞു നോക്കാൻ ഞാൻ തയ്യാറാണോ? തിരിഞ്ഞു നോക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് തിരിച്ചെടുക്കാനും തയ്യാറാണ്. കർത്താവ് തിരിച്ചെടുത്തു കഴിഞ്ഞാലത്തെ പ്രത്യേകത, തിരുത്ത് അവിടെ സംഭവിക്കും. തിരുത്തിയ ജീവിതമാണ് പിന്നീടുണ്ടാവുക. തിരുത്തിയ ജീവിതത്തിൻ്റെ പ്രത്യേകത അവിടെ അനുതാപമുണ്ട്, ഏറ്റുപറയലുണ്ട്. നോക്കി 5 കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, ഈ കണ്ടുവന്ന എല്ലാ വ്യക്തികളും കുറേ പേരുടെ പേരുകൾ അച്ഛൻ പങ്കുവച്ചു. അപ്പോൾ ഈ വ്യക്തികളെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഗൗരവമുള്ള പാപം ചെയ്തവരായിരുന്നു ഇവരെല്ലാം. എന്നിട്ടും ദൈവം അവരോട് സംസാരിച്ചു, ദൈവം അവരോട് ഇടപെട്ടു, ദൈവം അവരെ തന്നോട് ചേർത്തു. എത്ര മനോഹരമായ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുക, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും. ആരെല്ലാം തമ്പുരാനിലേക്ക് തിരിഞ്ഞു നോക്കിയോ അവരെല്ലാം കർത്താവ് തിരിച്ചെടുത്തു. ആരെയെല്ലാം കർത്താവ് തിരിച്ചെടുത്തോ അവരെല്ലാം ജീവിതത്തിൽ തിരുത്തു വരുത്തി. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം നമുക്കും സ്വന്തമാക്കാനായിട്ടുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ സഭയിലൂടെ ഈ നോമ്പുകാലം ഒരുക്കി തന്നിരിക്കുന്നത്. 50 ദിവസങ്ങൾ നിറഞ്ഞ ഈ നോമ്പുകാലത്തിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കി കർത്താവിലേക്ക് എത്താൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ അവൻ തിരിച്ചെടുക്കും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെ തിരിച്ചെടുത്തതിനെക്കുറിച്ചൊക്കെ. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ശക്തിയാണ്. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ശക്തിയിൽ ജോലി ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ, ഇടപെടാൻ, പ്രവർത്തിക്കാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുമെന്നൊരു വശം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവ് സംസാരിക്കാനും ഇടപെടാനും തയ്യാറായി നിൽക്കുന്നവനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തിരുവചനം നമുക്ക് മുന്നിൽ തരുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, ഇപ്പോൾ കുറേ പാപങ്ങൾ ചെയ്ത തിന്മയിൽ പെട്ടുപോയ, വഴിയിൽ നിന്നും വ്യതിചലിച്ചു പോയവരെക്കുറിച്ചാണ് അച്ഛൻ പങ്കുവെച്ചു വന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, തളർവാദ രോഗി, കുഷ്ഠരോഗി, അന്ധൻ, യാചകൻ, ഇവരെല്ലാം സമൂഹം സൈഡിലേക്ക് നീക്കിവെച്ചവരാണ്, സമൂഹം തള്ളിക്കളഞ്ഞവരാണ്. സമൂഹം തള്ളിയവരെയും കർത്താവ് ചേർത്തു. അതാണ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുക, കർത്താവ് അവരോടും
സംസാരിച്ചു. കർത്താവ് അവരുടെയും ജീവിതത്തിൽ ഇടപെട്ടു. കർത്താവ് അവരെയും തന്നോട് ചേർത്തു. പാപികളെ മാത്രമല്ല, സമൂഹം തള്ളിക്കളഞ്ഞവരെയും കർത്താവ് തന്നോട് ചേർത്തു. അവരോടും കർത്താവിന് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു, അവരോടും കർത്താവിന് ഇടപെടാനായിട്ടുണ്ടായിരുന്നു എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഒന്നേ ഉള്ളൂ, അവരെയെല്ലാം കർത്താവ് സ്നേഹിച്ചു, അവരെയെല്ലാം കർത്താവ് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നാം ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും കർത്താവ് നമ്മളോട് സംസാരിക്കാൻ റെഡിയാണ്, തയ്യാറുള്ളവനാണ്. കർത്താവ് നമ്മളോട് ഇടപെടാൻ സദാ സന്നദ്ധനാണ്, തയ്യാറുള്ളവനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരിക. ഏറ്റുപറയാനും അവനെ ശ്രവിക്കാനും അവനെ ശ്രദ്ധിക്കാനും ഞാൻ കൂടുതൽ തയ്യാറായാൽ കൂടുതൽ കൃപകളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും എന്നൊരു വശം മുന്നിലുണ്ട്. പ്രിയമുള്ളവരെയും, നമ്മൾ കണ്ടുവന്ന കുറേ വ്യക്തിത്വങ്ങൾ ഇനിയുമുണ്ട്, മുന്നിൽ പലതുണ്ട്, എല്ലാം പങ്കുവച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. സമറിയാക്കാരി സ്ത്രീ, പാപിനിയായ സ്ത്രീ, ധൂർത്തനായ പുത്രൻ, അതുപോലെ കുരിശിലെ കള്ളൻ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? ഇവരെല്ലാം ഗൗരവമുള്ള പാപങ്ങൾ ചെയ്തവരാണ്. ഗൗരവമുള്ള പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അവരെ ആരെയും കർത്താവ് കൈവിട്ടില്ല, അവരെ ആരെയും കർത്താവ് ഉപേക്ഷിച്ചില്ല, അവരെ ആരെയും കർത്താവ് നശിപ്പിച്ചുമില്ല. മറിച്ച് തൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാൻ വേണ്ടിയിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. ഇതുതന്നെയാണ് നമ്മളിൽ നിന്നും കർത്താവ് ഈ നോമ്പുകാലത്തെ പ്രതീക്ഷിക്കുന്നത്. ഏത് പാപാവസ്ഥയിൽ, ഏത് രോഗാവസ്ഥയിൽ, ഏത് വീഴ്ചാവസ്ഥയിൽ, ഏത് അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ പെട്ടുപോയ വ്യക്തിയാണ് നീയെങ്കിലും ഞാനെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറായാൽ അവൻ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുത്ത് അവിടെ വരുത്താനായിട്ടുള്ള സകല സാധ്യതകളും സാഹചര്യങ്ങളും കർത്താവ് മുന്നിൽ ഒരുക്കി തരുന്നുണ്ട്. അത് സ്വീകരിക്കാനായിട്ട്, അനുതാപത്തോടെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അടുത്ത പടി. അതിനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കുകയാണ്. അപ്പോൾ ഈശോ അതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുക, തിരിച്ചെടുക്കാൻ തക്ക വിധം സ്നേഹിക്കുന്ന കർത്താവിനെക്കുറിച്ച് ഗാനം ഇപ്രകാരമുണ്ട്. ഈശോ സ്നേഹിക്കുന്നു നമ്മെ അമ്മയേക്കാൾ വാത്സല്യമോടെ, കുറ്റം കുറവുകൾ നോക്കാതെ, ശിക്ഷകളൊന്നും നൽകാതെ ഈശോ സ്നേഹിക്കുന്നു. ഇതാണ് ഈശോയുടെ സ്നേഹം. ഇതാ പിതാവിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയ പുത്രനായ ഈശോ നമ്മളെ ഇങ്ങനെയാണ് സ്നേഹിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രദ്ധിക്കാം. കർത്താവ് തിരിച്ചെടുത്തുകൊള്ളും. കർത്താവ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ എളുപ്പമാണ്. തിരുത്തിക്കഴിഞ്ഞാൽ അവിടെ അനുദപിച്ച് ഏറ്റുപറയാനായിട്ടും സാധിക്കും. നല്ല കുമ്പസാരത്തിലൂടെ അങ്ങനെ കർത്താവിനെ സ്വന്തമായി സ്വീകരിക്കാനായിട്ട് എല്ലാവിധ സാഹചര്യങ്ങളും സഭ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നമുക്ക് പരിപൂർണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നോമ്പുകാലത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, പരിത്യാഗ പ്രവർത്തികളിലൂടെ കടന്നു നീങ്ങുന്ന ഞങ്ങൾക്ക് ഈശോയെ അങ്ങയോട് ഒപ്പമുള്ള ജീവിതത്തിനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങ് രക്ഷാനുഭവം പങ്കുവെച്ച് കൊടുത്തവരെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു, കേട്ടു. ഇതുപോലെ രക്ഷാനുഭവത്തിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങളെയും ഒരുക്കുന്ന തമ്പുരാനെ, അതിലേക്കെത്താൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പാപത്തിൻ്റെ, തിന്മയുടെ, തഴക്കദോഷത്തിൻ്റെ, പൈശാചിക ആക്രമണങ്ങളുടെ ഒക്കെ മേഖലകളെ ഈശോയെ തിരിഞ്ഞു നോക്കിയും തിരുത്താൻ ഈശോയെ ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയും അഭിഷേകവും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.